ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. IT പരീക്ഷകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും മോഡൽ എക്സാമിന് വേണ്ടിയിട്ടും പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാണെന്ന് അറിയാം. സോ അതിനിടയിൽ നമുക്ക് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ഫിസിക്സ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ഒരുപാടധികം ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് LPG സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നുണ്ടാവുക. സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യനിൽ പറയുന്നു, ഇൻ ആൻ LPG സിലിണ്ടർ ഇറ്റ്സ് എക്സ്പയറി ഡേറ്റ് ഈസ് മാർക്ക്ഡ് ആസ് B25. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ B25 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് ദ സിലിണ്ടർ? ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ പഠിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റില്ല. പഠിച്ച കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം ശ്രദ്ധിച്ചു വെക്കുക. അതായത് മക്കളെ, ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ലെറ്ററും അതുപോലെ തന്നെ ഒരു ഡിജിറ്റും എഴുതിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ഗ്യാസ് സിലിണ്ടർ നോക്കിയപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത് B25 എന്ന് പറയുന്ന ഒരു കോഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് അതിൻ്റെ മാസത്തിനെ, മന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത് 25 എന്ന് പറയുന്നത് എന്തിനെയായിരുന്നു? യെസ്, ഇയറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എക്സ്പയറി ആവുന്ന LPG സിലിണ്ടർ എക്സ്പയറി ആവുന്ന മാസവും വർഷവുമാണ് അവിടെ ആ ഒരു സിലിണ്ടറിൽ നൽകിയിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്ത രീതിയിൽ നിന്ന് കണ്ടെത്തുക? ഓക്കെ, ഇതിൻ്റെ ഒറിജിനൽ വെർഷനിലേക്ക് എങ്ങനെയാണ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. A എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ജാനുവരി മുതൽ മാർച്ച് വരെയായിരിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുക. A എന്ന് പറഞ്ഞാൽ ജാനുവരി മുതൽ മാർച്ച് വരെയായിരിക്കും. ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, അടുത്ത 3 മാസമായിരിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ തുടങ്ങി എത്ര വരെ? യെസ്, ജൂൺ വരെ. ഓക്കെ, ഇനി C എന്ന് പറഞ്ഞാൽ അടുത്ത 3 മാസം, ജൂൺ കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ജൂലൈ തുടങ്ങി എത്ര വരെ? സെപ്റ്റംബർ വരെ. ഓക്കെ, അടുത്ത 3 മാസത്തെ ഗ്യാപ്പ്. ഇനി D എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഒക്ടോബർ തുടങ്ങിയിട്ട് ഡിസംബർ വരെ. ഓക്കെ ആണല്ലോ. ഈ കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് പറയാണ് B എന്നാണ് നൽകിയിരുന്നത് അല്ലേ? B എന്നാണ് നൽകിയിരുന്നത്. B എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കോഡ് നിങ്ങൾ പഠിച്ചു വെക്കണം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് അതിൻ്റെ കാലാവധി, മാസം. ഓക്കെ, മാസം അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഏപ്രിൽ തുടങ്ങി ജൂൺ വരെ. ഓക്കെ, ജൂൺ വരെയാണ് അതിൻ്റെ ആ ഒരു കാലാവധി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B എന്ന് പറയുന്നത് നമുക്ക് കിട്ടി, അതിൻ്റെ എക്സ്പയറി മന്ത് കിട്ടി. ഓക്കെ, എക്സ്പയറി മന്ത് ജൂൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. ഇനി അതുപോലെ വർഷം നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ 25 നൽകിയിരിക്കുന്നതെങ്കിൽ 2025. ഓക്കെ, 25 നൽകിയിരിക്കുന്നതെങ്കിൽ 2025 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി അതിന് പകരം 24 ആയിരുന്നെങ്കിലോ? യെസ്, 2024 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. യെസ്, അതിന് പകരം 23 ആയിരുന്നെങ്കിലോ? നിങ്ങൾ തന്നെ പറഞ്ഞേ, 23 ആയിരുന്നെങ്കിലോ നമ്മൾ എന്താണ് എഴുതുക? യെസ്, വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞു 2023. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് നൽകിയിരിക്കുന്നത് ഇതാണ് മക്കളെ, 25 എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ എഴുതണം 2025 എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. B25 എന്നാണ് നൽകിയിരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2025 ജൂൺ വരെ ആയിരിക്കും ആ ഒരു സിലിണ്ടറിൻ്റെ കാലാവധി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കുക. ഇനി B ക്വസ്റ്റ്യനിൽ പറയുന്നു, ഇഫ് ദ എക്സ്പയറി ഡേറ്റ് വേർ മാർച്ച് 2024 ഹൗ വുഡ് ഇറ്റ് ബി മാർക്ക്ഡ്? അതായത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് മാർച്ച് 2024 ആയിരുന്നെങ്കിൽ, എന്തായിരുന്നെങ്കിൽ? മാർച്ച് 2024 ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു അത് കോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം മക്കളെ നിങ്ങൾ ഈ മാസത്തിലേക്ക് നോക്കിയിട്ട് പറയൂ, മാർച്ച് എവിടെയാണ് വരുന്നത്? യെസ്, മാർച്ച് ഇവിടെയാണ് വരുന്നത് അല്ലേ? നിങ്ങൾ നോക്കിയാൽ അറിയാം മാർച്ച് ഇവിടെയാണ്. അപ്പം മാർച്ചിനെ കോഡ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ മാർച്ചിന് പകരം നമുക്ക് എഴുതാൻ പറ്റും എ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇനി ഈ 2024 പകരം നമ്മൾ കോഡ് ചെയ്യുന്നത് 24 എന്നാണ്. ഓക്കെ, അപ്പോൾ A24 എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റിനും കൂടി തരാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലോ. ഒരു ക്വസ്റ്റിനും കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഓക്കെ, സെപ്റ്റംബർ റെഡിയാണല്ലോ മക്കളെ? യെസ്, സെപ്റ്റംബർ 2025 ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ഗ്യാസ് സിലിണ്ടറിനെ കോഡ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എനിക്ക് ക്ലിയർ ആവണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. സെപ്റ്റംബർ 2024 എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിങ്ങൾ കോഡ് ചെയ്യുക. ഓക്കെ, കോഡ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, പല കുട്ടികളും ഇപ്പോൾ പഠിക്കാതെ ഫിസിക്സൊക്കെ വെറുതെ സ്കിപ്പ് ചെയ്ത് കളയുന്ന കുട്ടികളുണ്ട്. അവരിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുക. ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ട് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം. ബൈ.